സാക്ഷാൽ MS ധോണിയും സുരേഷ് റെയ്നയും ഇരുവരും തമ്മിലുള്ള ഒരു ബോണ്ട് അത് ഏറ്റവും മികച്ച ഫ്രണ്ട്ഷിപ്പുകളിലൊന്നാണ് ഇന്ത്യൻ ക്രിക്കറ്റിലെ. നമുക്കറിയാം, ലെഫ്റ്റ് ഹാൻഡറായ സുരേഷ് റെയ്നയും അതുപോലെ തന്നെ MS ധോണിയും കൂടി കളിക്കാൻ ഇറങ്ങിയാൽ അതൊരു പ്രത്യേക വൈബാണ് കണ്ടിരിക്കാൻ. ഇവരുടെ ഒരു പ്രത്യേകത വേറെ എന്താണെന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും ഇവരെ കരിയറിലെ സ്റ്റാർട്ടിങ് മത്സരത്തിൽ ഡക്കിൽ പുറത്തായവരാണ്. പിന്നീട് ഇവർ ഒരുമിച്ച് ലോകകപ്പുകൾ നേടി, അതുപോലെ തന്നെ IPL ഒരുമിച്ച് കിരീടം നേടി ഒരേ ടീമിന് വേണ്ടി. അത്രത്തോളം ഫ്രണ്ട്സാണ്. ഒരു ചേട്ടനും അനിയനും പോലെയായിരുന്നു ഇവർ. ബയ്യ എന്നാണ് റെയ്ന ധോണിയെ വിളിച്ചിരുന്നത്, ക്യാപ്റ്റനെ, തൻ്റെ സ്വന്തം ക്യാപ്റ്റനെ. അതുപോലെ തന്നെ ഇവർ റിട്ടയർമെൻറ്റിലും അങ്ങനെ ഒരു ഏറ്റവും ട്വിസ്റ്റ് ഒളിപ്പിച്ചിരുന്നു. ധോണി റിട്ടയറായി 1 മണിക്കൂറിന് ശേഷം റെയ്നയും റിട്ടയർമെൻറ്റ് പ്രഖ്യാപിച്ചു. ഇവർ ഭയങ്കര സാമ്യതകളുള്ള ഒരു ബോണ്ടാണ് ഇവർ ഒരു സീരീസ് ജയിച്ചതിന് ശേഷം 2009 ബൈക്കിൽ ഗ്രൗണ്ടിൽ ബൈക്ക് ഓടിക്കുന്നത് MS ധോണിയും പിന്നിലിരിക്കുന്നത് സുരേഷ് റെയ്നയും. ആ ഒരു പിക്ചർ ഐക്കോണിക് പിക്ചറാണ്, ഗ്രൗണ്ടിൻ്റെ ഉള്ളിലൂടെ ബൈക്ക് ഓടിക്കുന്നത് കവാസക്കി. അതൊക്കെ ഒരു കാലഘട്ടത്തിൻ്റെ തന്നെ പിക്ചറായി മാറിയ, ഒരു നൂറ്റാണ്ടിൻ്റെ പിക്ചറായി മാറിയ കാര്യങ്ങളാണ്. എന്നും എല്ലാ ക്രിക്കറ്റ് പ്രേമികളുടെയും മനസ്സിൽ ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു ഇമേജാണത്. ഇവർ നമ്മളെ ബോണ്ട് തുടക്കം മുതൽ അവസാനം വരെ എന്നും ഒരേപോലെയായിരുന്നു. സുരേഷ് റെയ്നയെ ഇടയ്ക്ക് ബൗളറായിട്ട് ധോണി ഉപയോഗിച്ചിരുന്നു. കൃത്യമായി റെയ്നയ്ക്ക് നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് സ്റ്റംപിങ്ങിൽ ധോണി റെഡി ആയിട്ട് നിൽക്കും. റെയ്ന അതിനൊത്ത ബോൾ എറിയും. അങ്ങനെ ഒരു കാലഘട്ടം ഇന്ത്യക്ക് ഉണ്ടായിരുന്നു. ഒരിക്കലും പ്രതീക്ഷിക്കാൻ റെയ്ന ബോളിങ്ങിന് വരുമ്പോൾ എതിർ ടീം ഏത് വമ്പന്മാരായാലും അവർക്ക് എപ്പോഴെങ്കിലും ഒരു മൂവ്മെൻറ്റിൽ അവർ പിഴയ്ക്കും. ആ പിഴയ്ക്കുന്ന മൂവ്മെൻറ്റിൽ ധോണി സ്റ്റംപൂരി എടുത്തിരിക്കും. അപ്പോഴത്തെയാണ് ഇവരെ നമ്മളുടെ ബോണ്ട് വർക്കിംഗ് ആയിരുന്നു. ക്യാപ്റ്റനും അതുപോലെ തലയും ചിന്നത്തലയും IPL ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ അത്രത്തോളം ഇവരുടെ ഒരു ബോണ്ടുണ്ട്. ഇന്നാണ് റോക്കോ ഒക്കെ നമ്മൾ കാണുന്നത്, രോഹിത് കോഹ്ലി. പക്ഷെ ഇവർക്ക് മുന്നേ ധോണിയും റെയ്നയും കൂടി ഉണ്ടാക്കി വെച്ചൊരു ബോണ്ടുണ്ട്. അതൊരു വേറെ ലെവലായിരുന്നു. അത് പ്രത്യേകിച്ച് 2010-15 കാലഘട്ടത്തിലൊക്കെ ക്രിക്കറ്റ് കാണുന്നവർക്ക് കൃത്യമായി അറിയാവുന്ന ഒരു ബോണ്ടാണ്. സോ ഇന്നിപ്പോൾ കുറേ ബോണ്ടുകൾ വേറെ ഇപ്പോൾ ഉണ്ട് പുതിയതായിട്ട്. പക്ഷേ ആരംഭത്തിൽ എന്താ പറയുക, സ്റ്റാർട്ടിങ്ങിൽ ഇവർ തമ്മിലൊരു ബോണ്ട് അതൊരു പ്രത്യേക വൈബ് തന്നെയായിരുന്നു എന്ന് തോന്നുന്നവർ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്കിനി വേറെ പ്ലേയേഴ്സ് ഇതിലും ബോണ്ട് തോന്നിച്ചവരുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യും. 90s ഇഷ്ടംപോലെ പ്ലേയേഴ്സ് കളിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൽ വല്ല ബോണ്ടിങ്ങുകൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യും. അതുപോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ പേജും ഒക്കെ ഒന്ന് ഫോളോ ചെയ്യണേ. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും.